പഹൽഗാമിലെ ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ് ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് അഥവാ DGMO എന്ന ഉന്നത സൈനിക നാമം കൂടുതൽ ജനശ്രദ്ധ നേടുന്നത്. ആരാണ് DGMO? എന്താണ് അദ്ദേഹത്തിന്റെ അധികാരങ്ങൾ? ലഫ്റ്റനന്റ് ജനറൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് ഇന്ത്യൻ സേനയുടെ DGMO പദവിയിൽ എത്തുന്നത്. ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായിയാണ് ഇന്ത്യയുടെ DGMO. മേജർ ജനറൽ കാഷിഫ് അബ്ദുള്ളയാണ് പാകിസ്ഥാന്റെ DGMO. സൈനിക നീക്കങ്ങളും അതിർത്തിയിലെ സേനാ ഓപ്പറേഷനുകളും ആസൂത്രണം ചെയ്യുന്നത് ഇന്ത്യൻ സേനയിലെ DGMOയുടെ നേതൃത്വത്തിലാണ്. സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ മറ്റു രാജ്യങ്ങളിലെ സമാന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്നതും ഈ പദവിയിൽ ഉള്ളവരാണ്. ഭീകരർക്ക് നേരെയുള്ള ആക്രമണങ്ങളും സൈനിക നടപടികളും ആസൂത്രണം ചെയ്യുന്നതും DGMOയാണ്. സേനകൾ ആക്രമണത്തിന് സജ്ജമാണോ എന്ന് നിരന്തരം വിലയിരുത്തുന്നതും ഈ ഉദ്യോഗസ്ഥനായിരിക്കും. സൈന്യത്തിലെ എല്ലാ വിഭാഗങ്ങളെയും, അതായത് കര, നാവിക, വ്യോമസേനകളെ ഉദ്യോഗസ്ഥൻ ഏകോപിപ്പിക്കും. ഹോട്ട്ലൈൻ വഴി പാകിസ്ഥാൻ DGMOയുമായി എല്ലാ ചൊവ്വാഴ്ച ദിവസവും ചർച്ച നടത്തുന്നതും ഇന്ത്യൻ DGMOയുടെ പ്രധാന ഉത്തരവാദിത്തമാണ്. അതിർത്തിയിൽ സംഘർഷമുണ്ടാകുമ്പോൾ ഇത്തരം ചർച്ചകൾ നിർണായകമാണ്. സൈന്യവുമായി ബന്ധപ്പെട്ട ദൈനംദിന പ്രവർത്തനങ്ങളുടെ വിവരങ്ങൾ DGMOയാണ് ചീഫ് ഓഫ് ആർമി സ്റ്റാഫിനെയും പ്രതിരോധ മന്ത്രാലയത്തെയും അറിയിക്കുക. ഇന്റലിജൻസ് ഏജൻസികളുമായി ആശയവിനിമയം നടത്തി പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന ദൗത്യവും ഇവർക്കുണ്ട്. സംഘർഷമുണ്ടാകുമ്പോൾ പാകിസ്ഥാനുമായി ആശയവിനിമയം നടത്തുന്ന കേന്ദ്രം DGMO ആയിരിക്കും. ചർച്ചയിൽ DGMO മാത്രമായിരിക്കില്ല പങ്കെടുക്കുന്നത്. രഹസ്യ അന്വേഷണ വിഭാഗമായ റോയുടെ ഉദ്യോഗസ്ഥരും DGMOയുടെ തൊട്ട് താഴെ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനും ഉൾപ്പെടെ ഒരു സംഘമായിരിക്കും ഫോൺ കോൾ നടക്കുന്ന സ്ഥലത്ത് ഉണ്ടാകുക. എന്നാൽ കോളിൽ ഇരു DGMOമാർ മാത്രമായിരിക്കും ആശയവിനിമയം നടത്തുക എന്നതും ശ്രദ്ധേയമാണ്. പാകിസ്ഥാൻ മിലിറ്ററി ഓപ്പറേഷൻ ഡയറക്ടർ ജനറൽ ഇന്ത്യൻ DGMOയെ ഫോണിൽ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ചർച്ചയിലാണ് കരയിലും ആകാശത്തും കടലിലുമായി നടത്തിയിരുന്ന എല്ലാ സൈനിക നടപടികളും നിർത്തിവെക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിൽ എത്തിയത്.